ഇനി ഞാൻ പ്യുവറായിട്ട് സിനിമയിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാലത്ത് ഈ ഒരു സിനിമ എത്രത്തോളം കയ്യടികൾ അർഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100% കാരണം വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ പലപ്പോഴും 2K കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് തൊട്ടേ നമ്മൾ ഇടുക്കി ഗോൾഡൊക്കെ കണ്ട സമയം തൊട്ടേ നമുക്കറിയാൻ പറ്റും. പണ്ട് 90s 70s 60s 2K ആരായിക്കോട്ടെ ലഹരി വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ആളുകളിലേക്ക് ഭയങ്കരമായിട്ട് ഇതിന്റെ വാർത്തകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പം മാർക്കോ സിനിമയൊക്കെ കുറ്റം പറയുന്ന പോലെ ഭയങ്കരമായിട്ട് അക്രമവാസനയും ലഹരിയും എല്ലാം പറയുന്ന സമയത്ത് ഒരു ഡ്രഗ് മാഫിയക്കെതിരെ അല്ലെങ്കിൽ ഡ്രഗ് സൊസൈറ്റിക്കെതിരെ സംസാരിക്കുന്ന ഒരു നായകനുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഉറപ്പായും ഈ ഒരു സമയത്ത് കയ്യടി അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കാം. ഈ ട്രെയിലർ കണ്ടപ്പോൾ അത്രത്തോളം വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. കാരണം കുറേയധികം എന്താ പറയാ മറ്റു രാജ്യങ്ങൾ, മറ്റു ഭാഷകൾ, പൃഥ്വിരാജ് തന്നെ പറഞ്ഞു സംവിധായകൻ, ഇത് ഒരു അരമുക്കാൽ മണിക്കൂറോ നേരത്തോളം മലയാളം സംസാരിക്കുന്നില്ല, മൊത്തം ഹിന്ദി സിനിമയാണോ എന്ന് തോന്നിപ്പോകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാവുമ്പോൾ അത് എത്രത്തോളം ആളുകളിലേക്ക് കണക്ട് ചെയ്യപ്പെടും. വ്യത്യസ്തമായ ഭാഷകൾ, മൊഴികൾ, അവിടുത്തെ സംസ്കാരങ്ങൾ, അതുപോലെ അടിയിടി മറ്റേ എന്താ പറയണ്ടേ വേറെ രാജ്യങ്ങളിലുള്ള ഡ്രഗ് മാഫിയ, അതുപോലെ തന്നെ ആയുധ ശേഖരങ്ങൾ, ഇതൊക്കെ ഇല്ലേ മറ്റേ ബോംബേറ്, പിന്നെ അടിപിടി, ഇതൊക്കെ ആവുമ്പോൾ എത്രത്തോളം അത് ആളുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് വേണം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി. കാരണം അതുമാത്രമല്ല, ഇതിന്റെ സംവിധായകൻ പൃഥ്വിരാജും മെയിൻ നടൻ മോഹൻലാലും കൂടി പൊക്കിയടിച്ച നമ്മുടെ സ്വന്തം ലാലേട്ടൻ, എൻ്റെ സ്വന്തം ലാലേട്ടൻ, ഞാൻ ചെറുപ്പം തൊട്ട് ആരാധിക്കുന്ന വ്യക്തിയാണ്. എങ്കിൽ കൂടിയും ഇവർ പൊക്കിയടിച്ച പല സിനിമകളും ഈ അടുത്ത കാലത്ത് എന്തൊക്കെ ആയിരുന്നു, എന്തൊക്കെ ആയിത്തീർന്നു, എവിടെ എത്തി എന്നുള്ളത് നോക്കിക്കഴിയുമ്പോൾ എനിക്ക് വളരെ ഒരു ആശങ്കയുണ്ട് ഈ സിനിമയെ കുറിച്ച്. കാരണം അതിന്റെ ട്രെയിലറൊന്നും കണ്ടിട്ട് എനിക്ക് ഭയങ്കര സംഭവമായിരുന്നു. കാരണം അതിനുള്ളിൽ ഒരു ആശയം ട്രെയിലറിൽ സംസാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ കൂടുതലായും ട്രെയിലറുകൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെടിവെപ്പ്, അടി, ഇതൊക്കെ കാണുമ്പോഴും അതിനുള്ളിൽ സിനിമക്കുള്ളിലുള്ള ഒരു കഥാസാരാംശം നമുക്ക് പലപ്പോഴും മിസ്സിംഗ് ആണ്. ഇത് പറയുമ്പോൾ തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഹിറ്റാണ് ഈ സിനിമ സംഭവിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരുപക്ഷെ പ്രേമം എന്ന സിനിമ സമയത്ത് നമ്മൾ കണ്ടതാണ്, അതിൻ്റെ എത്രയോ ഇരട്ടി ഹൈപ്പിൽ ഇത് തിയേറ്ററുകൾ പൂരപ്പറമ്പാകും എന്നുള്ളത് എനിക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു രീതിയിലേക്കും ഇത് കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഹിറ്റാണെങ്കിൽ, എന്നാൽ ഇതിലെവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശങ്കറിന്റെ ഇന്ത്യൻ 2 ഒക്കെ കണ്ടതാണ്. അതാണ് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്. അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അപ്പോ സിനിമ എങ്ങനെ കാണേണ്ടതെന്ന് വെച്ചാൽ വളരെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ, ഒരുപക്ഷെ നമ്മുടെ ബുക്ക് മൈ ഷോയൊക്കെ ക്രാഷ് ആയി എങ്കിൽ കൂടിയും ആ ഒന്നാം ദിനം എവിടെയെങ്കിലും പാളിപ്പോയതെങ്ങാനും ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നത്തെ ഒരു 3-4 ദിവസത്തിനപ്പുറം എത്ര പേർ കാണും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ലൂസിഫറിനോളം വരില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ പോയി കണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു സിനിമ കാണേണ്ട എക്സ്പെക്ടേഷൻ അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചും കൂടി മനസ്സ് നിറഞ്ഞൊരു സിനിമ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഏത് സിനിമ, ഈ ലൂസിഫറോ എമ്പുരാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഏത് സിനിമയിലും നമ്മൾ വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു മനസ്സ് നിറഞ്ഞു കിട്ടും. അത് എത്ര മോശം പടമായ പോലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്കൊരു ഒക്കെ നല്ലൊരു ലെവലിലേക്ക് ഉണ്ടാവാറുണ്ട്. ഇതൊരിക്കലും മോശമാവണം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നല്ല, പ്രേക്ഷകർ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അങ്ങനെ ആയാൽ പോലും
അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരും വളരെ എക്സ്പെക്ടേഷൻ ആയിരിക്കും സിനിമ കാണാൻ വരുന്നത്. ഒരുപക്ഷെ അവർക്ക് ഹൈപ്പിന്റെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ പോയി കാണുമ്പോൾ ഇതത്രയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് അവർ വരും. അതുകൊണ്ട് മാത്രമല്ല വേറൊരു കാര്യം പറയേണ്ടത് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റുകളോ ടേണുകളോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഒന്നും അത് പുറത്തു വിട്ടല്ല. ഫസ്റ്റ് ഡേ എന്നല്ല, ആ സിനിമ ആ രീതിയിൽ പോയിക്കോട്ടെ. നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചിത്രീകരിക്കാനും പാടില്ല. തിയേറ്ററിൽ നിന്ന് ചില മൊമെന്റുകൾ ഫേസ്ബുക്കിലൂടെ ഒക്കെ ഞാൻ പ്രചരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒന്നും വേണ്ട. ഇത് പറയാൻ പോലും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഇത് ആരാണ് ആ വില്ലൻ എന്നുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മറ്റൊരു വ്യക്തിക്ക് അത് കാണുമ്പോൾ ആ ഒരു മൊമെന്റ് കിട്ടുകയുള്ളൂ. നിങ്ങൾ അത്ര ഭയങ്കര സംഭവമായിട്ട് പറയണ്ട, ഹിറ്റായി എന്ന് പറഞ്ഞു, അതാണ് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് തന്നെ തോന്നുന്നത്. അപ്പം വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോവുക, മനസ്സ് നിറയുക, അതാണ് അനുഭവം, അതാണ് ചരിത്രം. അപ്പം കണ്ടു തന്നെ അറിയണം നിനക്കെന്താണ് സംഭവിക്കുക എന്നത്.